നമ്മൾ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ലേസ് എടുക്കുന്നത്. ചോറും ഇങ്ങനെയൊന്നും ആരും എടുക്കരുത്. നോക്ക് ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ മൂന്നോടെ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ ബാക്കി. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഫുഡ് ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഫുഡ് ചലഞ്ച് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ത് ഫുഡ് ചലഞ്ച് ആണ് നിക്കി പറയുന്നത്? ലേസ് ചോപ്സ്റ്റിക്ക് വെച്ച് നമ്മൾ എടുക്കുന്നതാണ്. ചോപ്സ്റ്റിക്ക് നമ്മൾ ഈ ഒറ്റ കൈ ഉപയോഗിക്കാൻ പറ്റും. അത് വെച്ച് നമ്മള് ഒരു കൈ രണ്ട് കൈ ഉപയോഗിച്ചില്ല. വൺ ഹാൻഡ് ചോപ്സ്റ്റിക് ചലഞ്ച് അങ്ങനെയൊക്കെ പറയാം. നമ്മൾ ലാസ്റ്റ് ഇടാൻ കറക്റ്റ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഇത്ര സെക്കൻഡോ മിനിറ്റ് വെക്കുന്നില്ല. ഫസ്റ്റ് ഫുഡ് ചലഞ്ച് ആയതുകൊണ്ട് നമ്മൾ മിനിറ്റ് വെക്കുന്നില്ല. ആദ്യം ആരാണ് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും ഫസ്റ്റ്. നമ്മൾ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ലേസ് എടുക്കുന്നത്. അതാണ് ഇന്നത്തെ നമ്മളെ ഫുഡ് ചലഞ്ച്. അപ്പം ആദ്യ ചലഞ്ച് ആണ്. ഫസ്റ്റ് നമ്മുടെ വീഡിയോ ആണ് ഫുഡ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്യും. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, ഓക്കെ. ഇതാണ് നമ്മുടെ ലേസ്. എനിക്ക് നീതി ആകർഷിച്ച് നിങ്ങൾക്ക് ഇല്ല, ഞാൻ നേരത്തെ നമ്മുടെ 10 രൂപയുടെ ലേസ് ആണ്. 10 രൂപ. ഇത് എനിക്ക് യെല്ലോ തെറ്റിപ്പോയില്ല. യെല്ലോ ഫോർ മീ ബ്ലൂ ഗ്രീൻ. ഓൾവേസ് എപ്പോഴും ഗ്രീൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെമ്മി നോക്ക്. 1 2 ഇങ്ങനെ ചെയ്യേണ്ടത്. എല്ലാവരും പ്ലേറ്റിലും 10 പീസ് ലേസ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒറ്റ കൈയോടെ എടുത്ത് തിന്നുകയാണ്. ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ആളാണ് വിജയ്. എനിക്ക് ഞാൻ കൊറിയൻ ഡ്രാമാസ് ഒക്കെ കണ്ടിട്ട് ഫസ്റ്റ് എല്ലാവരും ഇങ്ങനൊന്നും ആരും എടുക്കരുത്. ഇങ്ങനെ എടുക്കാൻ പാടില്ല. ഈ കൈ ഉപയോഗിക്കരുത്. അല്ല, ഏത് കൈ ഉപയോഗിക്കുന്നു അത് മാത്രം. എല്ലാരും പ്ലേറ്റിൽ 10 1 2 3 4 5 6 7 8 9 10. സൂപ്പർ ആയിട്ട് 3 4 5 6 7 8 9 10. 1 2 3 എടുത്ത് തിന്നണോ? എടുത്ത് തിന്നണോ? അതോ ഇങ്ങനെ എടുത്തിട്ട് കളാം. ചലഞ്ച് തുടങ്ങാൻ പോവുകയാണ്. റെഡി 1 2 സ്റ്റാർട്ട്. ഇതൊക്കെ അകത്തിട്ടോളൂ. 5 എന്താ യൂസ് ചെയ്യും. അയ്യോ വരുന്നില്ല. തിന്നണം. മീനേ അതിട്ടോളടി. ലാസ്റ്റ് ചെയ്യുമ്പോ പാടാട്ടോ. അയ്യോ come on, I can do it. Yes, ആ കൊച്ചു ചൈനയെ പോയി ചെയ്യണം. അവര് പെട്ടെന്ന്
ഇനി ഇവര് തമ്മിലാണ് മത്സരം. സെക്കൻഡിന് വേണ്ടി ഇതൊന്നും വരട്ടെ. നിനക്ക് എത്ര പീസല്ല? 4. അവർക്ക് 4ആണോ? നിക്കിക്ക് 4? രണ്ടെണ്ണം വെച്ചെടുത്ത് നിന്നാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് കൊല്ലുക. എന്നെ പാത്രത്തിൽ എടുക്കുന്നു. നിങ്ങളുടെ സൂക്ഷ്മമായി ആയിരിക്കുന്നു. അത് വരണ്ടേ? എനിക്കറിയാം, ഞാൻ ലാസ്റ്റ് വരുത്തോളം കൊച്ചു കൊച്ചു അങ്ങനല്ലല്ലോ വേണ്ടത്. നിന്നെ കൊണ്ട് തീർന്നു ഗൈസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് റിച്ച് ആയ ഞാൻ ഫസ്റ്റ്. വാക്കുകളൊന്നും എടുത്തിടും. ഇത് കുറച്ചേ ഉള്ളായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറ്റുമെന്ന്. അതെ, ബാക്കി നമുക്ക് പക്ഷെ അത് കറക്റ്റ് നിനക്ക് എത്രണ്ണുണ്ട്? 7. 8 വേണം. 2 അവളെ കരുത്ത് നോക്കും. കളിയാകുമ്പോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. 1 2 3 സ്റ്റാർട്ട്. അയ്യോ, എന്റെ ഒരു കഴിവങ്ങ് പോയി കഴിച്ചു. ഞാൻ പറയുന്നത് വേഗം. അയ്യോ, എന്റെ കഴിവ് പോയി. ഞാൻ പറഞ്ഞ ഇത് ചെറുതായി. ആണടി നൂഡിൽസ് എടി, നൂഡിൽസ് ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്റെ കഴിവിനെ ആരോ കണ്ണുവിട്ട് കഴിച്ചു. എന്റെ കഴിവിന് ആരോ കണ്ണുവിട്ടു. സോറി, അത് ശരിയല്ലെന്ന് കേട്ടോ. എന്റെ ചെറുതായോണ്ട് എന്റെ കഴിവിനെ നിങ്ങൾ കേട്ടോ. ഇല്ല, നേരത്തെ ജയമാണ് ജയം. ഇല്ല, നേരത്തെ ജയമാണ് ജയം. അയ്യോ, 2 ഉപയോഗിച്ചോ. അതെന്തോ Oh God! You again? എനിക്ക് അപ്പഴാ ടെക്നിക്ക് കിട്ടി. അപ്പഴേ ഞാൻ സെറ്റ് ആക്കി. ഇങ്ങനെ പിടിക്കണം. എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോ അത് രണ്ടിന് അങ്ങനെ തിന്നാം. ഇതിപ്പോ ഒരെണ്ണം പോലും ഫസ്റ്റ് കാത്ത് നിന്നിരുന്ന് പാവം നിൽക്കുക. വീണ്ടും ഞാൻ ജയിച്ചു. കഴിഞ്ഞ ഇത് തന്നെ നമ്മള് തോറ്റിരിക്കുന്നു. ഞാൻ അവസാന ഘട്ടത്തിൽ ഞാൻ പോരാടി ജയിച്ചു. ഞാൻ വിചാരിച്ചത് നല്ല പാടായിരിക്കും, പക്ഷെ ഇത് എളുപ്പമായിരുന്നു. അങ്ങനെ നമ്മുടെ ചലഞ്ച് വിജയി പറയൂ. ചേച്ചി അവസാനം ഞാൻ ഞാൻ ഒരു സൈഡ് എടുത്തിട്ടാണ്. അതെന്താണോ ഒരു ടെക്നിക്ക് കിട്ടി. ഇങ്ങനെ രണ്ടിന്റെ സൈഡിൽ പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന്. കൊറിയൻ ഡ്രാമ വിജയ്, കൊറിയൻ ഡ്രാമ, തായ് ഡ്രാമ എല്ലാം ഞാൻ കാണാറുണ്ട്. വിജയ് ചുരുക്കിയാണ്. എനിക്ക് എന്ത് തരും വിജയിക്കാൻ? ചോറും നമ്മൾ ഫസ്റ്റ് ചെറിയൊരു ചലഞ്ചായിട്ടാണ് വന്നത്. പക്ഷെ ഇത് എളുപ്പത്തിൽ ഞങ്ങൾ വെച്ച് കുറെ സമയം എടുക്കും. പക്ഷെ 2 മിനിറ്റിനുള്ളിൽ പരിപാടി തീർന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെറിയൊരു ചലഞ്ചായിട്ടാണ് വന്നത്. ഇനി പല സജസ്റ്റ് ചെയ്ത് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പൊ അതാണ് നമ്മൾ ചെയ്യും. നമ്മളിത് ചെറിയ ചലഞ്ചാണ്. അടുത്ത ചലഞ്ചുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. Stay tuned. Bye guys.